വടകര തായങ്ങാടിയിൽ STP പ്രവർത്തകർ നടത്തിയ കൊലവിളി മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, വടകര മേഖലയിൽ അഴിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് STP വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും അത് അവിടുത്തെ ക്രമസമാധാന നില തന്നെ തകരുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയ ചരിത്രം വടകരക്കുണ്ട്. ഈ സമയത്താണ് വടകര തായങ്ങാടിയിൽ കൊലവിളി മുദ്രാവാക്യം വിളിച്ച് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് STPയുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് കൃത്യമായിട്ടുള്ള കേസ് രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം 2 തവണയാണ് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി കൊടുക്കേണ്ടി വന്നത്. ഇതിൽ ഞങ്ങൾ സംശയിക്കുന്നത്, നമുക്കറിയാം, അഴിയൂർ പഞ്ചായത്ത് CPM തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി STPയുടെ സഹായം തേടിയിരുന്നു. അവിടെ CPM 2 വാർഡുകളിൽ 7ഉം 8ഉം വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപകാര സ്മൃതി എന്ന രീതിയിലാണ് CPM ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദം ചെലുത്തി ഇത്ര തീവ്ര സ്വഭാവമുള്ള സംഘടനയ്ക്കെതിരായിട്ടുള്ള പോലും കേസ് പോലും മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിനെതിരായിട്ടും അതേപോലെ തന്നെ CPMനെതിരായിട്ടുള്ള കേസിൽ വളരെ വേഗത്തിൽ മണിക്കൂറുകൾ വെച്ച് കേസെടുക്കുകയും ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പോലീസ് ഇത്തരത്തിലുള്ള അതിതീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഇടമാണ് താഴങ്ങാടി. അവിടെ ഇത്തരത്തിൽ ഒരു പ്രയാസമുണ്ടാക്കി വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത സ്പർദ്ധ വരുത്തുന്ന മെസ്സേജുകൾ നിരന്തരം STPയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ വളരെ ശക്തമായ നിയമ നടപടിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് ഈ സന്ദർഭത്തിൽ പോലീസിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇനി എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി പോലീസായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.